രണ്ടാമത്തെ പരാതി വന്നപ്പോഴത്തേക്ക് ഈ അടൂർ പ്രകാശൊക്കെ യു ഡി എഫ് കൺവീനറൊക്കെ എന്താ പറഞ്ഞതെന്നറിയോ? അതൊക്കെ AI ശബ്ദമാണെന്നാണ് പറഞ്ഞത്. റിപ്പോർട്ടർ ടി വിയാണ് ആദ്യം തുടങ്ങി ഈ വാർത്ത, നിങ്ങൾക്കറിയാലോ, റിപ്പോർട്ടർ ടി വിയാണ് ആദ്യം തുടങ്ങി ഈ വാർത്ത ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിപ്പോർട്ടർ ടി വിൻ്റെ ആസ്ഥാനത്തേക്ക് മാർച്ച് എന്തിനാണെന്നറിയോ? മാർച്ച് ശബ്ദരേഖ പുറത്തുവിട്ടതിന്. തൃശ്ശൂർ ഓഫീസിലേക്ക് കരിയോലൊഴിച്ചു. എന്തിനു വേണ്ടിയിട്ടറിയോ? 4 വണ്ടി തല്ലിപ്പൊളിച്ചു, 4 എണ്ണം. റിപ്പോർട്ടർ ടി വിയുടെ 4 വണ്ടി തല്ലിപ്പൊളിച്ചു. ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി. തൃശ്ശൂർ ബ്യൂറോയിലേക്ക് കരിയോലൊഴിച്ചു. 4 എണ്ണം ജയിലിൽ പോയി. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശബ്ദരേഖ പുറത്തുവിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ നടത്തിയിട്ടാണ് ആൾക്കാർ വന്ന് പറയുന്നത്, അയ്യോ ഞങ്ങൾ എന്ത് മാതൃകാപരമായ നടപടിയാണ് സ്വീകരിച്ചതെന്ന് ചോദിച്ചത്. പെട്ട് കഴിഞ്ഞിട്ട് ഒന്നിലും അല്ല, രണ്ടിലും അല്ല, മൂന്നിലും അല്ല, 2 പേർ പരാതി കൊടുത്തിട്ടില്ല കേട്ടോ. 2 പേർ പരാതി കൊടുത്തിട്ടില്ല, 3 എണ്ണമാണ്. അന്നേ നമ്മൾ പറയുന്നുണ്ട് 5 പരാതിയുണ്ടെന്ന് പറയുന്നുണ്ട്. ആരും കേട്ടില്ലല്ലോ. അന്നെന്താ പറഞ്ഞത്? അയ്യോ ഇപ്പോഴത്തെ ഒരു ശൈലി എന്താണെന്നറിയോ? ഒരു സ്ത്രീ പരാതിയായിട്ട് മുന്നോട്ട് വന്നാൽ സ്ത്രീക്ക് എന്തോ പ്രശ്നമുണ്ട് ആദ്യം വരുത്തി തീർക്കുകയാണ്. സ്ത്രീ എന്തോ കുറ്റക്കാരിയാണ്, സ്ത്രീക്ക് എന്തോ പരാതിയുണ്ട്. എന്നാ പരാതിയിൽ പറഞ്ഞ കാര്യമാണ്, FISൽ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? അവസാനം ഈ പറഞ്ഞ സൈബർ അറ്റാക്ക് പേടിച്ചിട്ടാണ് വാർത്ത. ഇതല്ലേ പ്രശ്നം? സൈബർ അറ്റാക്ക് നടത്തിയതാരാ? യൂത്ത് കോൺഗ്രസ്, CPM ആരാ? DYFI, SFI ഏതെങ്കിലുമാണോ? ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെയും ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പണിയാളികൾ നിന്നിട്ട് സൈബർ അറ്റാക്ക് നടത്തിയതല്ലേ? സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിന് ഇറങ്ങി നിൽക്കാൻ പറ്റാത്ത ആയില്ലേ? എന്ത് നടപടിയാണ് സ്വീകരിച്ചേ? ഏത് യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ നടപടി സ്വീകരിച്ചേ? ആർക്കെങ്കിലും നമ്മൾ പറയുമ്പോൾ അയ്യോ മാതൃകാപരമായി എന്ത് മാതൃക നടപടി സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ഒരു മാതൃക എടുത്തിട്ടില്ലാന്ന്. ജനങ്ങൾ ചവിട്ടി പുറത്താക്കുന്നു കണ്ടപ്പോൾ എടുത്ത നടപടിയാണിത്. അല്ലാതെ കോൺഗ്രസ് സ്നേഹത്തോടു കൂടി ഒന്ന് പുറത്താക്കുമെന്ന് വിചാരിച്ച് പുറത്താക്കിയതാ? ഒന്നുമല്ല. പറയുമ്പോൾ എന്താണ് പറയുന്നത്? അയ്യോ ഞങ്ങൾ വേറെ എവിടെയാണ് നടത്തിയത്? വേറെ എവിടെ ഇങ്ങനെ നടന്നിട്ടില്ല എന്ന്. വേറെ കേരളത്തിൽ എവിടെ നടന്നത്? ഒരു പെൺകുട്ടിയെ പിടിപ്പിക്കുക, 2 പെൺകുട്ടിയെ പിടിപ്പിക്കുക, 3 പെൺകുട്ടിയെ പിടിപ്പിക്കുക, 1ാമത്തെ ഗർഭചിത്രം നടത്തുക, 2ാമത്തെ ഗർഭചിത്രം നടത്തുക, 3ാമത്തെ ഗർഭചിത്രം നടത്തുക. ഇത് എവിടെയാണ് കേട്ടിട്ടുള്ളത്? ഇതിന് സമാനമായ ഒരു കേസ് പറ. ഇതിനെയാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു തരിമ്പ് സാമ്യമുണ്ടോ ഇതുമായിട്ടുള്ളത്? ഇത് ജീവനുമായി ബന്ധപ്പെട്ട പ്രശ്നമാണേ. 3 ലോകത്ത് ജീവിക്കാൻ അനുവാദമുള്ള 3 കുഞ്ഞുങ്ങളെ കൊന്ന കേസാണ്. അതിനെയാണ് കമ്പയർ ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി കേരളത്തിലെ അവസ്ഥ എന്ന് പറയുന്നത്. കേരള രാഷ്ട്രീയ പാർട്ടികളുടെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്.